പ്രൈം ന്യൂസിന്റെ ക്രിസ്മസ് രാവിലേക്ക് ഏവർക്കും സ്വാഗതം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങളുമായി വീണ്ടും ഒരു ക്രിസ്മസ് രാവിലേക്ക്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം ലോകത്തിന് മുഴുവൻ പകർന്നു നൽകിയ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനം വിശ്വാസികൾ ആഘോഷമാക്കുക. ക്രിസ്തുമസ് ആഘോഷങ്ങൾ വീടുകളിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന വിഭവമാണ് കേക്ക്. എങ്കിൽ ആദ്യം ക്രിസ്മസ് കേക്കുകളുടെ കഥകളിലേക്ക് പോകാം. മനോഹരമായ ക്രിസ്തുമസ് കേക്കുകൾ തയ്യാറാക്കുവാൻ നിരവധി പേരുടെ ദിവസങ്ങളുടെ പ്രയത്നമാണ് ആവശ്യമുള്ളത്. ഒരു കാലത്ത് പ്ലം കേക്കുകൾക്കായിരുന്നു ആവശ്യക്കാർ ഏറെയെങ്കിൽ ഇന്ന് വിദേശ രുചിയിൽ നിർമ്മിക്കുന്നവയ്ക്കും ആവശ്യക്കാരുണ്ട്. ക്രിസ്തുമസ് ആഘോഷങ്ങളില്ലാത്തത് കേക്കിന്റെ ആവശ്യക്കാർ കുറഞ്ഞതായി നിർമ്മാതാക്കൾ പറയുന്നു. ക്രിസ്മസ് വിപണി സജീവമായിരിക്കുകയാണ്. ക്രിസ്മസ് വിപണിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കേക്കുകൾക്കാണ്. കേക്ക് നിർമ്മാണ മേഖലയിൽ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മലബാർ ഫുഡ്സ്. നമ്മളിപ്പോൾ ഉള്ളത് മലബാർ ഫുഡ്സിൻ്റെ നടത്തിപ്പുകാരനായ ശ്രീ ബിനീഷുമായിട്ടാണ് നമ്മളിപ്പോൾ ചേരുന്നത്. കേക്ക് വിപണി സജീവമായിട്ടുണ്ട്. എന്തെല്ലാം വ്യത്യസ്തമായ കേക്കുകളാണ് മലബാർ ഫുഡ്സ് തയ്യാറാക്കുന്നത്? മെയിനായിട്ട് നമ്മൾ ക്രിസ്മസ് വിപണിയിൽ പ്ലം കേക്കിനാണ് ഇപ്പോഴും പ്രാധാന്യം. പ്ലം കേക്കിന് മെയിനായിട്ട് ആദ്യം പ്ലം കേക്കാണ് തുടങ്ങുന്നത്. അത് അതിൻ്റെ പ്രാധാന്യം ഇപ്പോഴും ഉണ്ട്. പ്ലം കേക്കിനാണ് കൂടുതൽ പ്രാധാന്യം. പ്ലം കേക്കാണ് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നത്. പിന്നെ നമ്മൾ സ്പെഷ്യൽ കേക്കായ ജാക്ക് ഫ്രൂട്ട്, ഗുവ, അതുപോലെ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്, പൈനാപ്പിൾ, ബനാനയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല എൻക്വയറി ഉള്ളതാണ് ബനാന. പല ദൂര സ്ഥലത്ത് തന്നെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ബനാന കേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. ഇപ്പം പുതിയതായിട്ട് ജാക്ക് ഫ്രൂട്ട് കേക്കാണും നല്ല മൂവിങ് ഉണ്ട്. പൊതുവേ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല വിപണി. ക്രിസ്മസ് വിപണിയിൽ ഏറ്റവും പ്രധാനമായി വ്യത്യസ്തമായി ഇറക്കിയിരിക്കുന്ന കേക്കുകളാണ് പ്രീമിയം കേക്കുകൾ. ഈ പ്രീമിയം കേക്കുകളെ കുറിച്ച് അതിൻ്റെ നടത്തിപ്പുകാർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. പ്രീമിയം കേക്കുകൾ കുറേ ഉണ്ട്. ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ്, ടോഫി, പിന്നെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, ഓവർലോഡ്, ഡാർക്ക് വൈറ്റ്, അങ്ങനെ ഒത്തിരി കേക്കുകളുണ്ട്. ഇതിൽ ഏത് തരം കേക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള, അതിന് ആവശ്യക്കാർ ഏറ്റവും കൂടുതലുള്ളത്? പ്രീമിയം കേക്ക് എന്ന് പറയുമ്പോൾ വാഞ്ചോ, പിന്നെ നമ്മളെ റെഡ് വെൽവെറ്റ്, അതൊക്കെ നല്ല മൂവിങ്ങാണ്. നല്ല മൂവിങ്ങാണ്. നിലവിലെ ഈ കോവിഡ് സാഹചര്യം കേക്ക് വിപണിയെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ബാധിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. മലബാർ ഫുഡ്സ് ജില്ലയിലെമ്പാടും ശാഖകളുള്ള ഒരു സ്ഥാപനമായി വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ജില്ലയിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ എത്ര ശാഖകളാണ് മലബാർ ഫുഡ്സിന്? നമുക്ക് ആറ് ഷോപ്പുകളുള്ളത്. മെയിനായിട്ട് ഒന്ന് അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഒരു കടയുണ്ട്. പിന്നെ കൊടുമൺ, പന്തളം, ഏനാത്ത്, പൂങ്കാവ്, പിന്നെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിനകത്ത് ചെറിയൊരു കൗണ്ടറുണ്ട്. അങ്ങനെ 6 ഷോപ്പുണ്ട്. മലബാർ ഫുഡ്സ് ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലമായി ജില്ലയിൽ സജീവമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത നമുക്ക് അറിയാൻ കഴിഞ്ഞത്, നിങ്ങളുടെ ബോർമയിൽ തന്നെയാണ് ഈ കേക്കുകളുടെ നിർമ്മാണം നടക്കുന്നത്. മറ്റുള്ള സ്ഥാപനങ്ങളുടെ കേക്കുകളോ മറ്റ് ഭക്ഷ്യവസ്തുക്കളോ നിങ്ങൾ വിപണിയിൽ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ. അത് സംബന്ധിച്ച് എന്താ കൂടുതലായി പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പം പൊതുവായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് വോളിയം കൂടുമ്പോൾ ക്വാളിറ്റി കുറയുന്നൊരു വിഷയമുണ്ട്. അല്ലാതെ പൊതുവെ എല്ലാ ബേക്കറികൾക്കും വരുന്നതാണ്. അത് നമ്മൾ അങ്ങനെ പബ്ലിക്ക് പറയാറില്ല, എന്നാലും ഞാൻ പറയാം. കാരണം വോളിയം കൂടുമ്പോൾ ക്വാളിറ്റി. അപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. മാക്സിമം സാധനം മാർക്കറ്റിൽ കിട്ടുന്ന നല്ല സാധനങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കുക. അതുപോലെ പ്രിസർവേറ്റീവ്സൊക്കെ ഒഴിവാക്കി ഇട്ടുന്നതാണ്. കാരണം നമ്മളെ പ്രീമിയം കേക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ജാക്ക് ഫ്രൂട്ട്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്, ബനാന, പൈനാപ്പിളൊക്കെ ഉണ്ട്. കാരണം അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല. 4 ദിവസം അതിൻ്റെ ലൈഫുള്ളൂ നമ്മുടെ കേക്കിനുള്ളത്. പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജ്യൂസിനകത്ത്, ഓറഞ്ച് ജ്യൂസിനകത്താണ് അത് വെള്ളം തൊടാതെ ഫ്രൂട്ട്സ് പുഴുങ്ങിയെടുക്കുന്നത്. അതൊക്കെ ഒരു മാസത്തെ ലൈഫുണ്ട്. പിന്നെ റിച്ച് പ്ലം അതുപോലെ തന്നെ 1 മാസത്തെ ലൈഫുണ്ട്. ബാക്കിയെല്ലാം 4 ദിവസത്തെ ലൈഫുള്ളൂ. പ്രിസർവേറ്റീവ്സ് ഒന്നും ഞങ്ങൾ ചേർക്കുന്നില്ല. അതുപോലെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് ക്വാളിറ്റിയാണ് ശ്രദ്ധിക്കുന്നത്. ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിക്കുന്നു.
അമേരിക്കയിലെ ക്രിസ്മസ് വിശേഷങ്ങളുമായി കോരസൻ വർഗീസ് ചേർന്നു. Long time ago in Bethlehem, so the Holy Bible said, Mary's boy child, Jesus Christ, was born on Christmas Day. Hark now, hear the angels sing, a King was born today, and man will live forevermore because of Christmas Day. Mary's boy child, Jesus Christ, was born on Christmas Day. One shepherd's wife. പന്തളം സ്വദേശിയായ അമേരിക്കൻ മലയാളിയും സാഹിത്യകാരനുമായ കോരസൻ വർഗീസാണ് പ്രൈം ന്യൂസിനു വേണ്ടി ന്യൂയോർക്കിൽ നിന്നും ക്രിസ്തുമസ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. 2020 അങ്ങനെ കലുഷിതമായ ഒരു മറക്കുവാൻ ശ്രമിക്കുന്ന, ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഷമായിട്ട് ചരിത്രത്തിൽ ഒരു പക്ഷേ രേഖപ്പെടുത്തുമായിരിക്കും. നേട്ടങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ പെയ്തിറങ്ങിയ ഒരു വർഷമാണ് 2020. എന്തായാലും അങ്ങനെ പോകട്ടെ. ലോകത്തിൻ്റെ ഗതി അങ്ങനെയാണ്. സന്തോഷവും പ്രയാസങ്ങളും വേദനകളും ഒക്കെ വരുന്നിടത്ത് ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു പുതിയ ഉണർത്തുപാട്ട്, ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് 2021 കടന്നു വരും. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുവടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും വഴിയിലെ കൂർത്ത നോവിനും നന്ദി. സുഗതകുമാർ ടീച്ചറിൻ്റെ ഈ വരികൾ അന്വർത്ഥമാണ്. വളരെയധികം പ്രതീക്ഷ നൽകുന്ന, ഒരു ശാന്തമുള്ള, സമാധാനമുള്ള നല്ല ഒരു വർഷത്തെ വരവേറ്റുകൊണ്ട് ഈ 2020 വിട പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത്, നന്മകൾ ആശംസിച്ചുകൊണ്ട് കോരസൻ ന്യൂയോർക്കിൽ. താങ്ക് യു. പ്രവാസ ജീവിതത്തിന് ശേഷം സാമൂഹ്യ സേവനത്തിനിറങ്ങിയ അച്ചൻകുഞ്ഞ് ജോണിന് ഈ ക്രിസ്തുമസ് ഇരട്ടി മധുരമാണ്. പന്തളം നഗരസഭാ അംഗമായ അച്ചൻകുഞ്ഞ് ജോണിന്റെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക്. പതിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തിയ സാമൂഹ്യ സേവനത്തിനൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിനും സമയം കണ്ടെത്തിയ അച്ചൻകുഞ്ഞ് ജോണിന് ഈ ക്രിസ്തുമസ് ഇരട്ടി മധുരമാണ് നൽകുന്നത്. പന്തളം നഗരസഭയിലേക്ക് 15ാം ഡിവിഷനിൽ നിന്നും മിന്നുന്ന വിജയമാണ് നേടാൻ സാധിച്ചത്. കുടുംബത്തിനും നാട്ടുകാർക്കുമൊപ്പമാണ് ഇത്തവണ അച്ചൻകുഞ്ഞ് ജോണിന്റെ ക്രിസ്തുമസ് ആഘോഷം. 28 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് താങ്കൾ നാട്ടിലെത്തിയത്. ഇപ്പോൾ 7 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ഈ പ്രവാസ ജീവിതത്തിലും അതിനുശേഷത്തെ ഈ 7 വർഷത്തെയും ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് എന്ന് പറയാം. ഈ 2013 ഞാനിവിടെ വരുന്നത്. പക്ഷെ വാസ്തവത്തിൽ ക്രിസ്മസ് ആഘോഷം ഞാൻ വെളിയിലായിരുന്ന സമയത്ത്, അതായത് കുവൈറ്റിലായിരുന്ന സമയത്ത്, ആ ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ രൂപവും ഭാവവും നിറഭംഗിയും എല്ലാം അനുഭവിക്കാൻ അവിടെ സാധിച്ചു. അത് കുഞ്ഞു കുട്ടികൾ, ആബാലവൃദ്ധം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പ്രസീവാണ് അവിടെ ഒരു ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തുചേരും, എല്ലാവരും അവിടെ. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ഒറ്റയ്ക്ക് 2 വർഷം
3 വർഷത്തോളം ഒറ്റയ്ക്ക് താമസിച്ചു. ഇന്നലെ തന്നെയും എൻ്റെ അയൽവാസികളും വേണ്ടപ്പെട്ടവരുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയും കേക്ക് കണ്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അതിനുശേഷം എൻ്റെ ഭാര്യ വന്നു. അതായത് വർഷങ്ങളിൽ ക്രിസ്മസൊക്കെ ആകുമ്പോൾ മക്കളും വരും. ആ സമയത്ത് നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു. ഈ വർഷവും ഞാനും എൻ്റെ ഭാര്യയും ഉണ്ട്. ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കും. അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിക്കുന്നതായ ഞങ്ങളുടെ നാട്ടുകാരും അയൽക്കാരും വേണ്ടപ്പെട്ടവരുണ്ട്, വരികയും ആഘോഷിക്കുകയും ചെയ്യും. എല്ലാവർക്കും, പന്തളം നിവാസികൾക്കും കൂടാതെ ലോകമൊട്ട ഉള്ള എല്ലാവർക്കും ക്രിസ്മസ് ആശംസ, അതുപോലെ തന്നെ പുതുവത്സരാശംസ നേർന്നുകൊള്ളുന്നു. ഗൾഫ് രാജ്യങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങളിലാണ്. പ്രൈം ന്യൂസിന്റെ ഗൾഫ് പ്രതിനിധി ഷിബു ഉണ്ണുണ്ണി തയ്യാറാക്കിയ ക്രിസ്തുമസ് വിശേഷങ്ങളിലേക്ക്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഗൾഫിലെ വിവിധ ദേവാലയങ്ങളിൽ ഇത്തവണത്തെ ക്രിസ്മസ് അനുസ്മരണ ചടങ്ങുകൾ വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികളുടെ നാമമാത്രമായ സാന്നിധ്യത്തിൽ ചടങ്ങുകൾ മാത്രമായി ചുരുക്കി നടത്തുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് പ്രവാസ ലോകത്തു നിന്ന് പന്തളം സ്വദേശികളുടെ വകയായി 2 സംഗീത ആൽബങ്ങളാണ് പുറത്തിറങ്ങിയത്. പ്രശസ്ത പടയണി കലാകാരനായ ശ്രീ മനുമോഹൻ കുരമ്പാല ഗാനരചന നിർവഹിച്ച ദൈവമിഴികളിൽ എന്ന ആൽബം പൂർണ്ണമായും ബഹ്റിൻ ചിത്രീകരിച്ച് പുറത്തിറക്കിയതാണ്. ഇതിനോടകം നിരവധി ഗാനങ്ങൾക്ക് മനുമോഹൻ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പൂരക്കാലത്ത് മനുമോഹൻ ഗാനരചന നിർവഹിച്ച പുത്തലഞ്ഞി പൂമണം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. കൂടാതെ നിരവധി ഭക്തിഗാനങ്ങളും മനുമോഹന്റെ വകയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. നിത്യവിശുദ്ധതൻ പുത്രനായി ജാതനായി വിശ്വവിധാനത്തിൻ ശില്പി. നമസ്കാരം, ഞാൻ മനു മോഹനൻ, പന്തളം കുരമ്പാല സ്വദേശിയാണ്. കൊറോണ കാലത്തെ ദുരിതങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഏതാനും കുറച്ച് പാട്ടുകളുടെ പാട്ടെഴുത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞു. ഈ വർഷം ആദ്യം തുടങ്ങിയത് തൃശൂർ പൂരത്തിന്റെ പാട്ടായ പുത്തലഞ്ഞി പൂമണം പാടിയിരിക്കുന്ന അനൂപ് ശങ്കർ. അതിന്റെ പ്രത്യേകത കമ്പോസ് ചെയ്തിരിക്കുന്നത് 14 വയസ്സുള്ള അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിയാണ്. അതിന്റെ ഓർക്കസ്ട്രയും സംഗീതവും ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് പുറത്തിറങ്ങിയത് ചിന്മയം എന്ന് പറയുന്ന അയ്യപ്പ ഭക്തിഗാനം. അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗൗതം മഹേഷ് എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ്, ബഹ്റിൻ പ്രവാസിയായിട്ടുള്ള കുട്ടി. അദ്ദേഹത്തിന് തന്നെ കമ്പോസിങ്ങിനാണ് മൗനം എന്ന് പറയുന്ന ഒരു പ്രണയ ആൽബം. അത് വളരെയധികം ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു പാട്ടാണ്. അതിനുശേഷം വന്നതാണ് ദൈവമീ, അതും ഗൗതം മഹേഷിന്റെ കമ്പോസിങ് തന്നെയാണ്. അത് ഒരു ക്രിസ്ത്യൻ ഡെവോഷണൽ സോങ് ആണ്. ഇനി വരാനിരിക്കുന്നത് മഴവില്ല്, ഇന്ദ്രനീലിമ, ഇങ്ങനെ തുടങ്ങിയ ശരണവനം തുടങ്ങിയ കുറച്ച് പാട്ടുകൾ. ഇനിയും ഒരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്, ദരം എന്ന് പറയുന്നത്, അതിന്റെ പാട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ വർഷം വലിയ തിരക്കേടില്ലാതെ കുറെ പാട്ടുകളുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ദൈവാനുഗ്രഹം. എല്ലാവരും ഹൃദയാനുഗ്രഹം, പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. നന്ദി. ബഹ്റിനിൽ നാടക സംവിധായകനും രചയിതാവും സാമൂഹിക പ്രവർത്തകനുമായ ജെയ്സൺ ആറ്റുവ സംഗീത സംവിധാനവും രചനയും നിർവഹിച്ച ഉണ്ണിക്കുരുന്നിന് കിങ്ങിണിമുത്തം എന്ന ആൽബമാണ് ഇത്തവണ ക്രിസ്മസിന് പുറത്തിറങ്ങിയ 2ാമത്തെ ആൽബം. ഏകദേശം 400-ൽ പരം ഗാനങ്ങൾക്ക് ജെയ്സൺ ആറ്റുവ രചന നിർവഹിച്ചിട്ടുണ്ട്. കളിക്കുന്നു ഉണ്ണീശു, കിങ്ങിണി മൊത്തം തരാ ഉണ്ണിക്ക് കാഴ്ചക, പുല്ലിന്തൊഴുത്തിലെ പൊന്നിൻകൂടത്തിന് കിണരം ഞെട്ടിത്തരാ, ഉണ്ണിക്കുരുന്നിനെ താരട്ടു പാടുവാൻ പോരുന്ന താരങ്ങളെ. നിരാശയിൽ പ്രത്യാശയുടെ നക്ഷത്ര വെളിച്ചം ഉദിച്ച തിരുപ്പിറവിയുടെ നാളിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സന്ദേശം മാലാഖമാർ പാടിയ രാത്രി സമാഗതമായിരിക്കുകയാണ്. ഈ ക്രിസ്മസ് നാളിൽ മഹാമാരി ലോകമാകമാനം വ്യാപിച്ചു കിടക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ വലിയ നിറപ്പകട്ടുകളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത്
ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ ഒരു സംഗീതത്തിലൂടെ, ഒരു ഗാനത്തിലൂടെ അല്പമെങ്കിലും മനസ്സിന് കുളിർമ പകരാൻ ആവുമെങ്കിൽ അതിൽ കൃതാർത്ഥനായി എന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ എഴുതിയ ഒരു ഗാനം എൻ്റെ മകനെ കൊണ്ട് പാടിച്ച് ഈ പ്രവാസ ലോകത്ത് നിന്നും പുറത്തിറക്കുകയുണ്ടായി. ദൈവ നിശ്ചയമെന്ന് പറയട്ടെ, ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഗാനം ശ്രവിക്കുകയും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഉണ്ണിക്കുരുന്നിന് കിങ്ങിണി മുത്തം എന്ന ഈ ഗാനം എൻ്റെ മകൻ മാസ്റ്റർ എയ്ഡൻ ജെയ്സൺ ആലപിച്ചിരിക്കുന്നു. ദൈവ അനുഗ്രഹത്താൽ, ദൈവനിശ്ചയത്താൽ 400-ൽ പകരം ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് എഴുതിയിട്ടുള്ള, സംഗീതം കൊടുത്തിട്ടുള്ള എനിക്ക് ഈ വർഷം ഏതാണ്ട് 4 ഗാനങ്ങളോളം ഈ പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷവും ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും ഈ ഗാനം ശ്രവിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സമാധാനവും ശാന്തിയും പുതുവത്സരത്തിൻ്റെ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഞാൻ ജെയ്സൺ ആലുവ. പ്രവാസ ലോകത്ത് നിന്നും പ്രൈം ന്യൂസിന് വേണ്ടി ഷിബു ഉണ്ണി. നവമാധ്യമങ്ങളിലെ വൈറൽ താരം ജാക്സൺ തുരുത്തിക്കരയുടെ ക്രിസ്തുമസ് വിശേഷങ്ങൾ. എങ്ങനെ അദ്ദേഹം താരമായെന്ന് ഈ ക്രിസ്മസ് രാവിലെ നമുക്ക് താരങ്ങൾക്കും ആരാധകരും ഫാൻസ് അസോസിയേഷനുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽവിയറിഞ്ഞ ഒരാൾക്ക് സംസ്ഥാന തലത്തിൽ ആരാധകരും ഫാൻസ് ഗ്രൂപ്പുകളും ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. അത് മറ്റാരുമല്ല, പന്തളം മുനിസിപ്പാലിറ്റിയിലെ 3-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ജാക്സൺ തുരുത്തിക്കരയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾക്ക് സംസ്ഥാന തലത്തിൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത് ആ വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് വിശേഷങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. എന്താണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കോൺഗ്രസ് കുടുംബമാണ്. മൊത്തത്തിൽ എൻ്റെ ഉപ്പാപ്പ എല്ലാവരും കോൺഗ്രസ് കുടുംബമാണ്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇലക്ഷനൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മോന് എന്നോട് പറഞ്ഞായിരുന്നു, നീ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ UK-ലാണ്. അപ്പം അത് മുഖാന്തരം പിന്നെ നമുക്കൊരു പ്രചോദനം കിട്ടി. അങ്ങനെയാണ് ഈ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പം 2 പേരാണ് എന്നെ പിടിച്ച് നിർത്തിയത്. അതിൻ്റെ പേര് ഞാൻ പറയത്തില്ല ആരാന്ന്. പിന്നെ കൂട്ടുകാരെല്ലാം അവിടെ ഒത്തുകൂടി. അപ്പോൾ അത്രയും പേരെ കണ്ട്, അപ്പോൾ അവരെല്ലാം വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം റിസൾട്ട് വന്നപ്പം 5 വോട്ടാണ് കിട്ടിയത്. അപ്പം അതിനെതിരായിട്ടാണ് ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടത്. അത് ലോകമെമ്പാടുമുള്ള കേരള ജനതകൾ ഏറ്റെടുത്തു. അങ്ങനെ അവരൊരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങി. അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പോലും അറിഞ്ഞില്ല. ഒരു രാത്രി കുറേ പേരുടെ വിളികൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെയൊക്കെ. അങ്ങനെ ഈ അയ്യോ ഭാവിയെ എന്തായാലും വൈറലാക്കി കളഞ്ഞു. എനിക്കത്രേ പറയാനുള്ളൂ. കഴിഞ്ഞ വർഷം വരെ ഒരു സെലിബ്രിറ്റി ലുക്കില്ലായിരുന്നു താങ്കൾക്ക്. പക്ഷേ ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി ലുക്കാണ്. അതുപോലെ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ക്രിസ്മസിനെ കുറിച്ചുള്ള താങ്കളുടെ ഓരോരുത്തർ എന്നോട് പറയുന്നുണ്ട്, ചീത്ത വിളിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്, ഞങ്ങൾ ഈ ഫാൻസ്. പക്ഷേ എന്തോ ചേട്ടൻ്റെ ആ രീതികളും കാര്യങ്ങളും കണ്ടപ്പം ഞങ്ങൾക്ക് ചേട്ടൻ്റെ ഒരു ഫാനാവാൻ ഞങ്ങൾക്ക് തോന്നിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ടാണ് എടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഇന്നലെ രാത്രിയിലായാലും എന്നെ സൗദിയിൽ നിന്നും പിന്നെ ബഹറിനിൽ നിന്ന് വിളിച്ചു, സൗദിയിൽ നിന്ന് വിളിച്ചു, പിന്നെ ഇവിടുന്ന് ഇടുക്കിയിൽ നിന്ന് വിളിച്ചു, പിന്നെ കോഴിക്കോട് വടകരയിൽ നിന്ന് വിളിച്ചു, പിന്നെ വടക്കാഞ്ചേരിയിൽ നിന്ന് വിളിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു അഡ്മിനുണ്ട്, ഈ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനുണ്ട്. അഡ്മിൻ 3-4 പേരാണ്. അവരെല്ലാം വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എനിക്കിന്നതിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. കുറേ പാവം പിടിച്ച കുറേ പിള്ളേർ കുറേ ഉണ്ട്.
ഇപ്പം എൻ്റെ സുഹൃത്തുക്കാരനുണ്ട് ഇവിടെ, വിധു എന്ന് പറയുന്നത്. അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, എൻ്റെ ജൂനിയറായിരുന്നു, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് പേരൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ റാന്നിയിൽ ഒരു പെങ്കൊച്ചാണ്, കൊച്ചു കൊച്ചാണ്, അത് അതിൻ്റെ അച്ഛനെ ഓട്ടോ ഓടിക്കുവാണ്, സ്ട്രോക്ക് വന്നു. അപ്പോൾ അതും ഒന്നും നേരിടാനുള്ള ഒരു ഇതില്ല. ഖത്തറിലായിരുന്നു പുള്ളിക്കാരനും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ അവരെയൊക്കെ സഹായിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള എനിക്കൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പാവം പിടിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ ജാക്സൺ തുരുത്തിക്കര എന്ന് പറഞ്ഞ വ്യക്തിയെ അങ്ങ് വെറുതെ വിടുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്കളൊരു ഗായകൻ കൂടിയാണ്. ഗായകനാണ്. ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി ഞങ്ങളെ പ്രേക്ഷകർക്കായിട്ട്. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയാൽ ആട്ടിടയർ കുന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാം യേശുവേ, ഉമ്മ വെച്ചുണർത്തിയാൽ ആട്ടിടയർ കുന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പോസിറ്റീവായും നെഗറ്റീവായും ട്രോളുകൾ വരുന്നുണ്ട്. ഈ ട്രോളുകളോടുള്ള താങ്കളുടെ പ്രതികരണം? എനിക്ക് ട്രോള് ആയിട്ട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തിപരമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം എല്ലാവർക്കും നാളെ 25 ക്രിസ്മസ് ആണ്. അപ്പോൾ കൊറോണ കാരണം ഇപ്പോൾ ആരെയും വിളിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഒരു നല്ലൊരു വിഷസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. പ്രൈം ന്യൂസ് പ്രേക്ഷകർക്ക് ക്രിസ്തുമസ് ആശംസകളുമായി ചിറ്റയം ഗോപകുമാർ MLA. കേന്ദ്രീകരിച്ച് ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് പ്രൈം ന്യൂസ്. ആ പ്രൈം ന്യൂസ് ചാനൽ ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. ഈ നാടിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടും നാടിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടും ജനങ്ങളിൽ കൂടുതൽ ക്ഷേമപ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും വളരെയേറെ മുൻപന്തിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് പ്രൈം ന്യൂസ്. ഇന്ന് ഏറെ പ്രേക്ഷകരുള്ള ഒരു ചാനലായി പ്രൈം ന്യൂസ് മാറിയിരിക്കുകയാണ്. ആ പ്രൈം ന്യൂസിന് അതിൻ്റെ ലക്ഷ്യത്തോട് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ജനശ്രദ്ധ ആകർഷിക്കാനും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലായിട്ടുള്ള പ്രൈം ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ക്രിസ്തുമസ് സന്ദേശം ഫാദർ നൈനാൻ വി ജോർജ് പങ്കുവെക്കുന്നു. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇന്ന് ലോകത്തെ വല്ലാണ്ട് ഗ്രസിച്ചിരിക്കുന്നത്. എല്ലായിടവും വല്ലാത്തൊരു അസ്വസ്ഥത, വല്ലാത്ത ഒരു ഭയാശങ്ക മനുഷ്യനെ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു COVID-19 എന്ന മഹാമാരി വല്ലാതെ ലോകത്തെ മുഴുവൻ അതിൻ്റെ കരാളഹസ്തത്തിൽ ഞെരുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ചുറ്റും ഇന്ന് കാണുവാൻ ഇടയാവുന്നത്. ഇവിടെയാണ് വാസ്തവത്തിൽ പ്രസക്തി. നാം ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ആഡംബരങ്ങളും ആർഭാടങ്ങളും ഒക്കെ ഒഴിവാക്കി ക്രിസ്തുമസിലേക്ക് മടങ്ങി വരുവാൻ, സമാധാനം, അതാണ് മനുഷ്യൻ എല്ലായിടവും കാക്ഷിക്കുന്നത്.
അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് ഏറെ പ്രസക്തമാണ്. ക്രിസ്മസിൻ്റെ ആത്യന്തിക സന്ദേശവും അതുതന്നെയാണ്. തിരുവചനത്തിൽ സുന്ദരമായൊരു പ്രതിപാദ്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ഭയപ്പെടേണ്ട. വാസ്തവത്തിൽ ഇന്നത്തെ പ്രതിസന്ധിത ഈ സൂക്ഷ്മാണു കോടിക്കണക്കിന് ആളുകളെ അല്ല, ലോകം മുഴുവൻ, ഒരു പ്രത്യേക ഏരിയയല്ല, കോടിക്കണക്കിന് ആളുകൾ ലോകം മുഴുവൻ വല്ലാണ്ട് ഭയന്ന് വിറച്ച് ലോകത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യപ്പെട്ടൊരു കാലഘട്ടമാണ്. ഇവിടെയാണ് സമാധാനത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നടത്തുന്ന ലോകത്തിന് ശുഭപ്രതീക്ഷയായി ഈ വർഷം ക്രിസ്തുമസ് കടന്നു വന്നിരിക്കുന്നത്. ക്രിസ്തുമസിൻ്റെ ആത്യന്തിക സന്ദേശം അതാ, ഭയപ്പെടേണ്ട. മനുഷ്യൻ ഇന്ന് ഭയപ്പെട്ട് വല്ലാതെ കഴിയുന്നൊരു കാലഘട്ടമാണ്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യമാണ്, സകല ജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് ഈ സന്ദേശം ആട്ടിടയന്മാർക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതൻ അറിയിക്കുന്നു. എല്ലാ മതചിന്തകളും നാം പഠിക്കുമ്പോൾ ഹൈന്ദവ ചിന്തയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈശ്വരൻ്റെ ഇടപെടലുകൾ. അധർമ്മം ലോകത്തിൽ പെരുകുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി ഈശ്വരൻ മനുഷ്യനായിട്ട് തീരുന്നതാണ് ദശാവതാര സങ്കല്പം. പരിത്രാണായാം ന സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി. യുഗങ്ങൾ തോറും ഈശ്വരൻ അധർമ്മം പെരുകുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കുവാൻ തൻ്റെ അവതാരങ്ങളെ വിടുന്നു എന്ന് ക്രൈസ്തവ ചിന്തയിലും വ്യത്യസ്തമല്ല കാഴ്ചപ്പാട്. ഇവിടെ ഒരു വ്യത്യസ്തമേ ഉള്ളൂ. ഇറ്റ് ഈസ് വൺസ് ഫോർ ഓൾ, ഒരിക്കലായി എല്ലാത്തിനും വേണ്ടി. എവിടെയാണ് ഈ ചിന്ത? വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തിൽ സൃഷ്ടി കർമ്മത്തെക്കുറിച്ചുള്ള വിചിന്തനം നടത്തുന്ന വേളയിൽ ഈശ്വരൻ്റെ ആദ്യത്തെ ഇടപെടലുണ്ട്. പാഴും ശൂന്യവുമായ മണ്ണിലേക്ക് ഈശ്വരൻ്റെ ചൈതന്യം സന്നിവേശിപ്പിച്ചപ്പോഴാണ് സൃഷ്ടി ഉണ്ടായത്. ആ സൃഷ്ടിയെക്കുറിച്ച് വലിയൊരു സങ്കല്പമാണ് ദൈവത്തിനുണ്ടായിരുന്നത്. ദൈവഹിതമനുസരിച്ച് മാനവരാശി മുഴുവനായി വളർന്ന് അവൻ്റെ ഹിതമനുസരിച്ച് സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെ നന്മയോടെ ജീവിക്കുന്ന, സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു വലിയ മാനവരാശിയാണ് ദൈവം സ്വപ്നം കണ്ടത്. പക്ഷേ മനുഷ്യൻ്റെ അഹന്തയും ധാർഷ്ട്യവും അഹംഭാവവും അവൻ്റെ അധർമ്മവും അവരൻ്റെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള വ്യഗ്രതയുമൊക്കെ അവനെ വീഴ്ത്തിക്കളയുക. അങ്ങനെ പാപത്തിലങ്ങ് വീണുപോയി. മനുഷ്യൻ വീണുപോയപ്പോഴും ദൈവം മനുഷ്യനെ മറന്നില്ല, അവനെ തിരസ്കരിച്ചില്ല, അവനെ ഉന്മൂലനം ചെയ്യുകയല്ല. അവനോടുള്ള കരുതലിൽ വീണ്ടും ഒരു ഇറങ്ങി വരവിനവൻ. അതാണ് വാസ്തവത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ക്രിസ്തുമസിൻ്റെ അന്തസത്ത. അതാ ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ 2ാമത്തെ പ്രപഞ്ചത്തിലേക്കുള്ള ഇടപെടലാണ്. വീണുപോയ മാനവരാശിയെ വീണ്ടെടുക്കാൻ വിണ്ണുവിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഈ ക്രിസ്തുവിൻ്റെ പിറവിയുടെ തിരുപ്പിറവിയുടെ ആഘോഷമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസ്. 3ാമത് ഈ ക്രിസ്തുവിൻ്റെ ജനനം വിദ്വാൻമാരെ അറിയിക്കുന്നുണ്ട്. അവർക്ക് യാത്രയ്ക്കൊരു നാവിഗേഷൻ എന്ന സംവിധാനം ഇല്ല. ആ നാവിഗേഷൻ കൊടുത്തൊരു നക്ഷത്രമാണ്. ഇന്ന് നമ്മളൊക്കെ വീടിൻ്റെ ഉമ്മറത്ത് നക്ഷത്രവിളക്ക് തൂക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാ. അത് വലിയ ഭക്തിയുടെ ഒരു പ്രതീകമാണ്. ഈ നക്ഷത്രത്തെ അനുധാവനം ചെയ്ത് അവർ യാത്ര ചെയ്ത്. പക്ഷെ പകുതി യാത്ര ചെയ്തപ്പോൾ ഒരു ചെറിയ ഷിഫ്റ്റ് അവരിലുണ്ടായി. അതിൻ്റെ ബുദ്ധി കാരണമൊന്നുമല്ല. ഒരു രാജാവ് പിറക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചാൽ ഒരു രാജകൊട്ടാരം കേന്ദ്രമാകണം. അവർ രാജാവിൻ്റെ നക്ഷത്രത്തെ തിരസ്കരിച്ചുകൊണ്ട് ഭക്തി ബുദ്ധിക്ക് വഴിമാറി കൊടുത്തു. ബുദ്ധി കൊണ്ടെത്തിച്ചത് ഹെറോദാവിൻ്റെ കൊട്ടാരത്തിലാണ്. പിൽക്കാല ചരിത്രം അറിയാം. ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോൾ കംസൻ നടത്തുന്നത് പോലെ ഹെറോദാവ് ഒരു വലിയ ഒരു കൊല നടത്തി. കുരുന്നുകൾ കുരുതി കഴിക്കപ്പെട്ടു, 10,000 ആ രാത്രി തന്നെ കുരുന്നുകൾ കുരുതി കഴിക്കപ്പെട്ടു. ഇന്നും എത്രയോ കുരുന്നുകൾ കുരുതി കഴിക്കപ്പെടുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഭക്തി ബുദ്ധിക്ക് വഴിമാറുമ്പോൾ ഉണ്ടാകും വലിയ പ്രതിസന്ധിയായി കാട്ടുന്നത്. ഇന്നത്തെ ആധുനിക തലമുറയുടെ വെല്ലുവിളി വിധ കാപട്യമില്ലാത്തൊരു ഭക്തിയിലേക്ക്, ഒരു പക്ഷേ ആധ്യാത്മിക ആചാര്യന്മാരെന്നൊക്കെ നമ്മൾ കാണുന്ന ആളുകളുടെ പോലും കാപട്യത്തിൻ്റെ മുഖമൂടി ഇന്ന് പിച്ചിച്ചിന്തുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെയാണ് നിർമ്മലമായ ഭക്തിയിലേക്കൊരു മടങ്ങിവരവിൻ്റെ വെല്ലുവിളിയാണ് ഈ ക്രിസ്തുമസിൽ ഞാൻ കാണുന്നത്. 3 കാര്യങ്ങളാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. 1, ആദ്യം നാം കാണുന്നത് ഇത് ലാളിത്യത്തിലേക്കുള്ളൊരു മടങ്ങിവരവ്. 2, നിർമ്മല ഭക്തിയിലേക്കുള്ളൊരു മടങ്ങിവരവ്. 3, ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി തീരുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു അനുഗ്രഹീത തലത്തിലേക്കുള്ളൊരു മടങ്ങിവരവ് നമുക്ക് സാധിക്കുമോ? അവിടെ ക്രിസ്തുമസ് പൂർണ്ണമായി തീരാൻ തക്കവണ്ണം ഇടയാകും. എനിക്കേറെ സന്തോഷമുണ്ട്. ഞാൻ ഉൾക്കൊള്ളുന്ന ഓർത്തഡോക്സ് സഭയുടെ പേരിൽ
പ്രത്യേകിച്ച് പന്തളം കേന്ദ്രമായി ഞാനും നേതൃത്വം കൊടുക്കുന്ന YMCAയുടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഒക്കെ പേരിൽ എന്നെ കേൾക്കുന്ന, എൻ്റെ ശബ്ദപരിധിയിൽ, ദൃശ്യപരിധിയിൽ എന്നെ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുമസിൻ്റെ സന്തോഷപ്രദമായ ആശംസകളും പുതുവത്സരത്തിൻ്റെ 2021 നന്മ നിറഞ്ഞ ഒരു പുതിയ വർഷവും ആശംസിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസ് എന്നും ആഘോഷങ്ങളുടേതാണ്. ഏവർക്കും പ്രൈം ന്യൂസിന്റെ ക്രിസ്മസ് ആശംസകൾ.